മഴവിൽ മനോരമയിൽ വർഷങ്ങൾക്ക് മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയായ വെറുതെയല്ല ഭാര്യയിൽ കുടുംബസമേതം മത്സരിക്കാനെത്തിയതായിരുന്നു മഞ്ജു പത്രോസ്. നൃത്തവും അഭിനയവും തുടങ്ങി എല്ലാ കഴിവുകളുമുള്ള നിഷ്കളങ്കയായ വീട്ടമ്മ എന്ന ടാഗാണ് മഞ്ജുവിന് വെറുതെയല്ല ഭാര്യയിലൂടെ ലഭിച്ചത്. റിയാലിറ്റി ഷോ അവസാനിച്ച ശേഷം തലവര മാറ്റിയ മത്സരാർത്ഥികളിൽ ഒരാളും മഞ്ജുവായിരുന്നു. സിനിമയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. 2013 മുതൽ മഞ്ജു നിരവധി സിനിമകളിൽ അഭിനയിച്ചു. സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ പരമ്പരകളിലും പ്രോഗ്രാമുകളിലുമെല്ലാം സജീവമായി. പിന്നീട് 2020 ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 2 മത്സരാർത്ഥിയായും താരമെത്തി. ബിഗ് ബോസ് ഷോയിൽ വന്ന ശേഷമാണ് മഞ്ജുവിനെ മലയാളി പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല ഗെയിം ഷോയിലെ പ്രകടനം ചെറിയ രീതിയിൽ മഞ്ജുവിന് പ്രേക്ഷകർക്കിടയിലുണ്ടാക്കിയിരുന്ന ഇമേജിനെ നെഗറ്റീവായും ബാധിച്ചു. ഏറ്റവും കൂടുതൽ ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ്. ഇപ്പോഴിതാ താൻ എത്ര രൂപയാണ് പ്രതിഫലം വാങ്ങിയിരുന്നതെന്ന് വെളിപ്പെടുത്തുകയാണ് മഞ്ജു പത്രോസ്. ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ലക്ഷപ്രഭു ആയോ എന്ന മീഡിയയുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് തന്റെ പ്രതിഫലം നടി വെളിപ്പെടുത്തിയത്. ബിഗ് ബോസിൽ നിന്നും കിട്ടിയ തുക കൊണ്ടാണ് താൻ വീട് വാങ്ങിയതെന്നും താരം വ്യക്തമാക്കി. ഞാൻ എത്രയാണ് പ്രതിഫലം വാങ്ങിയിരുന്നതെന്ന് പറയണോ? അതൊക്കെ ഭയങ്കര മോശമല്ലേ? ദിവസം എനിക്ക് 45,000 രൂപയാണ് പ്രതിഫലമായി കിട്ടിയിരുന്നത്. അന്ന് ഡെയിലി പേയ്മെന്റ് ആയിരുന്നു. ലക്ഷപ്രഭു പോയിട്ട് ഒരു പ്രഭുവും ഞാൻ ആയില്ല. അവിടെ നിന്നും കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഞാൻ വീട് വെച്ചത്. അല്ലാതെ പ്രഭുവൊന്നും ആയില്ല. 50 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നു. 50-ാം ദിവസമാണ് പുറത്തായത്. ആ സമയത്ത് മഞ്ജു പത്രോസിന് ദിവസം 1 ലക്ഷം രൂപയാണ് പ്രതിഫലമെന്നൊക്കെ ഓൺലൈൻ മീഡിയകൾ ഇടുന്നത് കണ്ടിരുന്നു. അത്തരത്തിൽ ഓൺലൈൻ മീഡിയ ഇടുന്ന ന്യൂസുകൾ എല്ലാമൊന്നും സത്യമല്ല. ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് എന്നാണ് മഞ്ജു പറഞ്ഞത്. 45,000 രൂപയാണ് മഞ്ജു ഒരു ദിവസം വാങ്ങിയതെങ്കിൽ 50 ദിവസം കൊണ്ട് 22 ലക്ഷത്തിന് മുകളിൽ നടി സമ്പാദിച്ചു കാണും. ഒരു സമയം വരെ കഴുത്തപ്പം കടത്തിലായിരുന്നു മഞ്ജു പത്രോസിന്റെ ജീവിതം. പിന്നീട് മഞ്ജു തന്നെയാണ് കടമെല്ലാം വീട്ടി കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവന്നത്. കയ്യിൽ ഒട്ടും പണമില്ലാതായപ്പോൾ വൃക്ക വിൽക്കാൻ പോലും ശ്രമിച്ചിട്ടുള്ളതായി മഞ്ജു തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. പൈസയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വിവാഹശേഷമുള്ള ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. നമുക്ക് ബഹുമാനം വേണം, സ്നേഹം വേണം, എല്ലാം വേണം. പക്ഷെ ഏറ്റവും വേണ്ടത് പൈസയാണ്. പൈസയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. കിഡ്നി വിൽക്കാൻ വരെ പോയ ഒരാളാണ് ഞാൻ. ജീവിക്കണ്ട എന്ന് വരെ തോന്നി. പക്ഷെ നമ്മുടെ മകൻ, അമ്മച്ചി, പപ്പ ഇവരെയൊക്കെ ഓർത്ത് നമ്മൾ പിടിച്ചു നിൽക്കും. ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ഇതിലൂടെയെല്ലാം ഒരാളുടെ ലൈഫ് പോകും. ആ സമയത്ത് നമുക്ക് മരിച്ചു കളയാൻ തോന്നും. ഒരു കൈ എവിടെ നിന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമെന്ന സ്ഥിതിയാകും. പലവട്ടം മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. ഞാനൊരു പേടിത്തൊണ്ടിയായതുകൊണ്ട് ചെയ്യാത്തതായിരിക്കാം എന്നാണ് മുമ്പൊരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞത്.